ഓഗസ്റ്റ് മാസം 4-ാം തീയതി വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ മരിയ ജോൺ വിയാനിയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ഈ ദിനത്തിൽ ഈ തിരുനാളിന് മംഗളങ്ങൾ ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. 2021 കാലഘട്ടങ്ങളിൽ ആർട്സിലുള്ള മരിയ ജോൺ വിയാനിയുടെ ശുശ്രൂഷയിൽ ആ മേഖലയിൽ അദ്ദേഹം കൂടുതൽ ചെലവഴിച്ച ആ ഇടവക ദേവാലയത്തിൽ ഒരാഴ്ചക്കാലം താമസിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. മരിയ ജോൺ വിയാനി മണിക്കൂറുകൾ ചെലവഴിച്ച കുമ്പസാരത്തോട് അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം അടക്കം ചെയ്തിരിക്കുന്ന ശവകുടീരം, അദ്ദേഹം കുർബാനയിൽ ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ച വിശുദ്ധ പാത്രങ്ങൾ തുടങ്ങി അദ്ദേഹം താമസിച്ച മുറിയിലടക്കം കയറാനും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനുമുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഒരു തിരിശേഷി ഇപ്പോഴും ഞാൻ അറിയുന്നു. കാരണം മരമണ്ഡലെന്ന മനുഷ്യൻ പേരുകുത്തിയവനെ തന്റേതാക്കി മാറ്റിയ ഒരു ഈശോയുടെ വലിയ സ്നേഹം അദ്ദേഹത്തിൽ കാണാൻ സാധിച്ചതുകൊണ്ട് ആർട്സിന്റെ ഒത്ത നടുക്ക് മരിയ ജോൺ വിയാനിയുടെ ഒരു സ്റ്റാച്യു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയായി ഒരു കൊച്ചുമുണ്ട്. അദ്ദേഹം തന്റെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആ ചിത്രം ഏറെ ആകർഷിക്കുന്നതാണ്. ആ സ്റ്റാച്യുവിന്റെ തൊട്ടു താഴെയായി ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ഷോ മീ ദ വേസ് ടു ആർട്സ്, ഐ വിൽ ഷോ യു ദ വേസ് ടു ഹെവൻ. മരമണ്ഡലനായ ഈ മരിയ ജോൺ വിയാനിയെ മെത്രാൻ പാപങ്ങളുടെ കൂട്ടുകാരനായി തീർന്നിരുന്ന ആർട്സിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്ത് ക്ഷീണിതനായി പ്രദേശത്തേക്ക് എത്തുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആർട്സ് പള്ളിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വഴിയിൽ കണ്ട ഒരു ഇടയ ബാലനോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു: ആർട്സിലേക്കുള്ള പള്ളിയിലേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തരാം. അതിന് ആ കൊച്ചു തിരിച്ച് ഈ അച്ഛനോട് ചോദിച്ചു: ഞാൻ പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ എനിക്ക് എന്ത് കിട്ടും? അതിന് പുള്ളിവാൻ പറഞ്ഞു: നീ എനിക്ക് പള്ളിയിലേക്കുള്ള ആർട്സിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ ആ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ സ്റ്റാച്യു, ആ ഗവൺമെന്റ് ഈ നഗരത്തിന്റെ ഒത്ത നടുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ആർട്സിലെ എത്ര നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധന്റെ ചരിത്രവും നമുക്കറിയാം. ചെറുപ്പകാലത്ത് അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ പോകുന്ന ഒരിടയ ബാലൻ പരിശുദ്ധ അമ്മയോട് ഏറെ ഭക്തിയുണ്ട്. അതുകൊണ്ട് ഈ ആടുകളെയൊക്കെ പുൽമേടയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഇവൻ വിശ്രമിക്കാൻ കിട്ടുന്ന സമയം അവൻ ചെയ്തൊരു കാര്യമുണ്ട്. മരത്തിന്റെ പൊത്തിൽ മാതാവിന്റെ വലിയൊരു രൂപം പണിയുക, കളിമണ്ണ് കൊണ്ട്. എന്നിട്ട് അമ്മയോട് കൂടെ അവൻ യാത്ര ചെയ്യാൻ പറയാണ്: ആടുകൾ മേയാൻ ഇറങ്ങുമ്പോൾ എനിക്ക് കൂട്ടായി എന്റെ അമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ ഭക്തകർമ്മങ്ങളിലൊക്കെ ഒത്തിരിയേറെ താല്പര്യമുണ്ട്. നന്നായിട്ട് പ്രാർത്ഥനകളൊക്കെ ചോദിക്കും. പക്ഷെ ഒരു പ്രശ്നമാണ്, സെമിനാരിയിൽ ചേർന്നു, അച്ഛനാകണമെന്ന ആഗ്രഹത്തോടുകൂടി സെമിനാരിയിൽ ചേർന്നു. പക്ഷേ സെമിനാരിയിലെ ഒരു എക്സാമിനും അദ്ദേഹം പാസ്സാവില്ല. എല്ലാത്തിനും വട്ടപൂജ്യമാണ്. ഒരു വശത്ത് ഇദ്ദേഹത്തിന് സെമിനാരിയിൽ ചേർന്ന അച്ഛനാകണമെന്നുള്ള ഒരു ആഗ്രഹം, മറുവശത്ത് അക്കാഡമിക് ആയിട്ട് ഇദ്ദേഹത്തിന് ഒന്നും പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് പ്രൊഫസേഴ്സ് പറഞ്ഞ് ഈ മരമണ്ഡലെ പറഞ്ഞു വിട്ടേക്കാം, കാരണം ഇതുകൊണ്ട് കാര്യമില്ല, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ധർമ്മസംഘടനായ റെക്ടറച്ചന്റെ അടുക്കൽ റെക്ടറച്ചൻ ഈ മരമണ്ഡലനായ മരിയ ജോൺ വിയാനിയുടെ റിപ്പോർട്ടുമായി ബിഷപ്പിന്റെ അടുക്കൽ ചെല്ലുകയാണ്.
ബിഷപ്പ് ഈ റെക്കോർഡ് ചോദ്യം ചോദിച്ചു. ശരിയാണ്, ഈ മനുഷ്യൻ അക്കാഡമിയിലെ വിരിപ്പോറാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും സവിശേഷതയുണ്ടോ? അത് ലിറ്ററേച്ചർ പറഞ്ഞ കാര്യം അദ്ദേഹം നന്നായിട്ട് ജപമാനം ചെയ്തു. മാതാവിനോട് നല്ല ഭക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്യം ഇതാണ്: നമുക്ക് പണ്ഡിതനായ വൈദികരല്ല ആവശ്യം, മറിച്ച് സ്വർഗത്തോട് ദൈവത്തോട് ഭക്തിയുള്ള സ്നേഹമുള്ള വൈദികരെയാണ് ആവശ്യം. അദ്ദേഹം ജപമാല ചൊല്ലും, മാതാവിനോട് ഭക്തിയുണ്ട് എന്ന ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തെ സെമിനാരിയിൽ നിന്നും വീണ്ടും അച്ഛനായി ഉയർത്താൻ കാരണമായി മാറിയത്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ചിന്തകൾ ഒരു സൈഡിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ പലതരത്തിലുള്ള പേര് വിട്ടു കൊടുക്കും. മരമണ്ടെന്നോ അല്ലെങ്കിൽ കുഴിമണിയെന്നോ പേര്. പക്ഷെ ദൈവം ഒന്ന് തിരഞ്ഞെടുത്താൽ അത് നല്ലത് തന്നെ തിരഞ്ഞെടുക്കുള്ളൂ. ദൈവത്തിന് ഈ പറയുന്ന ലോകത്തിൽ വലിയ പണ്ഡിതനൊന്നും ആവശ്യമില്ല. ദൈവവേല ചെയ്യാൻ അവൻ ആവശ്യം ഈ നിസ്സഹായരാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ സെമിനാരിയിലേക്ക് വരുമ്പോൾ 10, 125, 130 പേരുണ്ടായാലും ബാച്ചിൽപ്പെട്ട ഒരാളാണ്. അച്ഛന്മാരാകുമ്പോൾ ഞങ്ങൾ 15, 16 പേർ മാത്രമേ ഉള്ളൂ. അതിൽ 2 പേർ നിത്യസമാജം വിളിക്കപ്പെട്ടു. ഇനി ഞങ്ങൾ 14 പേരുണ്ട്. ഈ 14 പേരിൽ തിരുമണ്ഡലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ കഴിവല്ല, മാറ്റി ദൈവത്തിന്റെ കൃപയാണ്. പണ്ഡിതന്മാരായ പലരും വിവിധ സ്ഥലങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കയിൽ വന്നപ്പോൾ എന്റെ കൂടെ സേവനത്തിൽ പലരെയും ഞാൻ കണ്ടു, വിവിധ സ്ഥാപനങ്ങൾ ഉയർന്ന സ്ഥലത്തിരിക്കുന്നവർ. പക്ഷെ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ തെരഞ്ഞെടുത്തു? അതാണ് ദൈവത്തിന്റെ വിളിയെന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, ഇന്ന് വലിയ ജോർജിയാനിയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടി തിരുമണ്ഡലന്മാരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി ഞാൻ വേല ചെയ്യാൻ ഇറങ്ങിയാൽ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. നമ്മൾ തിരുവചന ഭാഗത്തേക്ക് കടന്നത് 3 തിരുവചന ഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചു. ലേവിയുടെ പുസ്തകത്തിൽ നിന്ന് ഈ സാപത്താചരണത്തെ കുറിച്ച്, ദിവസങ്ങൾ ആചരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൂടാരങ്ങളിൽ താമസിക്കണം, കാരണം നിങ്ങൾ ഈജിപ്തിൽ അടിമകളായി. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വന്തം വിശുദ്ധൻ വിശുദ്ധ യൂദാസ് എഴുതി വെച്ച തിരുവചന ഭാഗമാണ്. തിരുവചന ഭാഗത്ത് എന്താ പറയുന്നത്? ഞാൻ ആരെയും വിധിക്കുന്നില്ല, ഞാൻ ആർക്കെതിരെയും ആരോപണം നടത്തുന്നില്ല, ആരെയും നിങ്ങൾ കുറ്റം വിധിക്കരുത്, ആർക്കെതിരെയും നിങ്ങൾ ആരോപണങ്ങൾ നടത്തരുത്, കാരണം നിങ്ങളൊക്കെ ദൈവത്തിന്റെ മക്കളാണ്. ഇന്നത്തെ തിരുവചനം 3ാമത്തെ വായനയിലേക്ക് വരുമ്പോൾ ഞാൻ അതിന് 2 വാക്യങ്ങൾ മാത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ പിശാചുകളെ ബഹിഷ്കരിക്കുന്നു. പിശാചുകളെ ബഹിഷ്കരിക്കുമ്പോൾ കൂടുന്ന ജനം ഈശോയെ നോക്കി പറയുകയാണ്, അവൻ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. ഈശോയുടെ ആദ്യം പറഞ്ഞ വാക്യം ഇതാണ്: അന്ധഛിദ്രമുള്ള നഗരം നശിച്ചു പോകും. എന്താണ് ഈ അന്ധഛിദ്രം എന്ന് പറഞ്ഞത്? അന്ധഛിദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരം നടന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയും. ഭിന്നിച്ചു ഭരിക്കുക. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നടപ്പാക്കിയ, ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു രീതി അതായിരുന്നു, ഭിന്നിച്ചു ഭരിക്കുക. എന്നാൽ ഈശോ പറയും, അന്ധഛിദ്രമുള്ള നഗരം നശിച്ചു പോകും. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ലോകം മുഴുവൻ വയനാടിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 380-ൽ പരം വരുന്ന ശവശരീരങ്ങൾ അത് പാർട്സായിട്ടും അല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ടി.വി വെച്ചപ്പോൾ കാണുന്ന കാഴ്ച, അതിൽ 100ഓളം പേരെ ഒന്നിച്ച് കുഴിയിൽ അടക്കാൻ വേണ്ടി ഇപ്പോൾ സജ്ജീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പലർക്കും ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രം അടക്കം ചെയ്യുന്നു. അതുകൊണ്ട് അവർ സർവ്വമത പ്രാർത്ഥന ചൊല്ലി ഇവരെ അടക്കം ചെയ്യുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിനിടയിൽ നമ്മൾ കണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ അവർ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോൾ മതം ഏതെന്നോ പാർട്ടി ഏതെന്നോ അല്ലെങ്കിൽ നമ്മന്റെ ജാതിയാണെന്ന് നോക്കാറില്ല. അവിടെ ഈ 5-6 ദിവസമായി ഈ ശവശരീരം, മണ്ണിലടിഞ്ഞു പോയ ശവശരീരങ്ങളെ പൊക്കിയെടുക്കാൻ ഇവർ നടക്കുമ്പോൾ അവർ കയ്യിൽ മറന്നതായിരിക്കാം. എന്നാൽ പ്രിയമുള്ള, അതിനിടയിലും കുത്തിത്തിരിപ്പിന്റെ ആളുകളുണ്ട്. എന്താ കുത്തിത്തിരിപ്പിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ്. ഈ മല ഇതുപോലെ ഇടിഞ്ഞു വീഴാനുള്ള കാരണം മലയോര കർഷകരാണെന്ന് പറഞ്ഞ ഒരു കൂട്ടം. അവർ ഈ മണ്ണ് മുഴുവൻ ഇളക്കി മറിച്ചതുകൊണ്ട്, ഈ മണ്ണ് മുഴുവൻ ഇളക്കി മറിച്ച് കൃഷി നടന്നുകൊണ്ട് മണ്ണ്
മണ്ണിന് കോട്ടം സംഭവിച്ചു. അതിന്റെ പരിണതഫലം ഇതാ ഈ മല മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു എന്ന് പറഞ്ഞ് ഈ വാക്കിനിടയിൽ കുത്തിരിപ്പുണ്ടാകുന്നു. രണ്ടാമതൊരു കൂട്ടർ എന്താ പറയുന്നത്? പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു, ആരും ഈ പറയുന്ന ഗവൺമെന്റിന്റെ കയ്യിലേക്ക് സംഖ്യ ഒന്നും കൊടുത്തുവിടരുത്, കാരണം അവരത് പോകറ്റില്ലാത്ത ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇതുപോലെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അന്തഃഛിദ്രമുള്ള നഗരം നശിച്ചു പോകും. പക്ഷേ ഇവിടെ ഒരുപറ്റം ജനങ്ങൾ ഇങ്ങനെ കൂട്ടായ്മയോടെ ശരീരവും മെയ്യും ഒക്കെ മറന്നിങ്ങനെ നഷ്ടപ്പെട്ടവരെ തേടി യാത്ര ചെയ്യുമ്പോൾ അവർ ഐക്യത്തിന്റെ പ്രതീകമായിട്ട് മാറും. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ പോലും ഈ കേരളത്തെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ് സഹായങ്ങൾ തരാനായിട്ട് പോകുന്നത്. നമ്മളിൽ ഐക്യമുണ്ടെന്ന് കാണുമ്പോൾ അവിടെ സ്വന്തം പണിയുന്നു. രണ്ടാമത്തെ കാര്യം ഈശോ പറഞ്ഞല്ലോ, ഞാൻ ദൈവ കരം കൊണ്ടാണ് പിശാചുക്കളെ വീഴ്ത്തിയിരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിരന്തരം വന്നു കഴിഞ്ഞു. വീണ്ടും നമുക്ക് ഈ പറഞ്ഞ വയനാട്ടിലേക്ക് പോകാം. വയനാടിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ എന്താ കണ്ടത്? കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാൻ വേണ്ടി മുമ്പോട്ടിറങ്ങുന്ന ഒരു സ്ത്രീയുടെ ചിത്രം നമ്മൾ കണ്ടു. എനിക്കും കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാൻ ഞാനും എന്റെ കുടുംബം തയ്യാറാണെന്ന് പറഞ്ഞ് വയനാടിന്റെ പ്രദേശത്തേക്ക് കയറി വരുന്ന ആളുകളെ നമ്മൾ കണ്ടു. ബെയിലി പാലം പണിയാൻ വേണ്ടി പട്ടാളം രാപ്പകൽ പറഞ്ഞ സമാനിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. മണ്ണിൽ ആണ്ടുപോയ ഈ മൃതശരീരത്തെ പൊക്കിയെടുക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു. അതിനേക്കാൾ ഉപരി നമ്മൾ കണ്ട മനോഹരമായ വേറൊരു കാഴ്ചയുണ്ട്. തന്റെ കയ്യിൽ കിട്ടിയ കുഞ്ഞിനെ വാരിപ്പുണർന്ന് എടുത്തുകൊണ്ട് ഫോറസ്റ്റിലൂടെ നടന്നു നീങ്ങുമ്പോൾ മുന്നിൽ നിൽക്കുന്ന 3 കാട്ടാനകൾ. ആ കാട്ടാനകളുടെ നടുവിൽ നിന്ന് ഈ അമ്മ നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. എന്താ അമ്മ പറഞ്ഞത്? ഇതാ ഞങ്ങൾ വീട് നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, കൂടപ്പറപ്പുകൾ നഷ്ടപ്പെട്ടു, അങ്ങനെ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് വരികയാണ്, കാട്ടാനെ ഞങ്ങൾ ഉപദ്രവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ്. ഈ കാട്ടാന കണ്ണീരൊഴുക്കിക്കൊണ്ട് 2 കണ്ണിൽ നിന്നും താരമാലയായി കണ്ണീരൊഴുക്കി മണിക്കൂറുകൾ ഈ പറയുന്ന അമ്മയ്ക്കും കുഞ്ഞിനും കാവൽ നിന്ന ചിത്രം നമ്മൾ കണ്ടു. എന്നിട്ട് ഈ കാട്ടാന എപ്പോഴും അവിടെ നിന്ന് മാറിയത്? ഇവരെ രക്ഷപ്പെടുത്താൻ ആളുകൾ വന്നു കഴിയുമ്പോഴാണ് കാട്ടാന പതുക്കെ പുറകോട്ട് മാറുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ദൈവാംശം ഉണ്ടെങ്കിൽ, ഈ മനുഷ്യനെ പരിഗണിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ഗുണം നമ്മിലുണ്ടെങ്കിൽ, ഈ പറയുന്ന ശത്രുക്കൾ പോലും നമ്മളിൽ മാറി നിൽക്കും, കാട്ടാനകൾ പോലും നമ്മളിൽ മാറി നിൽക്കും. അതുകൊണ്ട് ദൈവരാജ്യം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ദൈവരാജ്യമുണ്ട്. ഈ ഇടയിൽ ദൈവരാജ്യം പണിയുന്നവരായിട്ട് മാറാൻ നമുക്ക് പറ്റുമോ? മരിയ ജോർജിയാൻ ചെയ്തതും ഈ ദൈവരാജ്യം പണിയാനുള്ള അധ്വാനത്തിലാണ്. അദ്ദേഹം ശത്രുക്കളുടെ നടുവിലേക്ക് ധൈര്യസമേതം കടന്നു ചെന്നിട്ട് ക്രിസ്തു സ്നേഹമാണെന്ന് പറയുന്ന വിശുദ്ധൻ, കള്ളശാപിൽ നിന്ന് വൈദികരെയും ജനങ്ങളും തെറി പറയുന്നതിന് മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ഈ കണ്ണ് കൊടുത്താൽ പോലെ നല്ല കണ്ണ് കൊടുക്കണമെന്ന് പറയുന്ന വിശുദ്ധൻ. നല്ല കണ്ണ് കൊടുക്കണം, 1-ാം തരം കണ്ണ് കൊടുക്കണം, ഈ കണ്ണിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന വിശുദ്ധൻ. അതിനർത്ഥം ഞാൻ നിങ്ങളോട് കണ്ണ് കുടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാഖ്യാനിച്ചത് ഇത് വിശുദ്ധൻ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കണ്ണ് കൊടുക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല. നീ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിലൊരു കൃത്രിമം കാണിക്കാൻ പാടില്ല. നീ ചിരിക്കുന്നത് കൃത്രിമത്തോടെ ആവരുത്. നീ മറ്റുള്ളവരെ സഹായിക്കുന്നത് മറ്റുള്ളവരുടെ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടാവരുത്. തമ്പുരാൻ പറഞ്ഞല്ലോ, നിന്റെ ഒരു കൈ ചെയ്യുന്നത് മറക്കൈ അറിയാൻ പാടില്ല. അതാണ് ഇന്ന് ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ തിരുനാൾ ആചരിക്കുമ്പോഴും ഈ വയനാട്ടിലെ സംഭവങ്ങൾ അനുസ്മരിക്കുമ്പോഴും ഈ തിരുവചനത്തെ നമുക്ക് വ്യാഖ്യാനിക്കുമ്പോഴും നമ്മുടെ ഇടയിൽ ദൈവരാജ്യം ഉണ്ടെന്നും നമ്മൾ അന്തഃഛിദ്രം കൊടുക്കുന്നവരല്ല, മറിച്ച് ഒരുമിച്ച് നിൽക്കുന്നവരാണെന്നും മറ്റുള്ളവർക്ക് മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശം കൊടുക്കുന്നവരുമാണെന്നും തിരിച്ചറിവ് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മളാകാവുന്ന വിധം മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാം. അതിനേക്കാൾ ഉപരി ഇനി എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവനെ ഉപദ്രവിക്കാതിരിക്കാം. നമ്മൾ കണ്ട് ഈ കുഞ്ഞിന്റെ മുലപ്പാല് കൊടുക്കാമെന്ന് സോഷ്യൽ മീഡിയ അവരോട് പറഞ്ഞപ്പോ അതിനെതിരെ പ്രതികരിച്ച് 2 പേരെ ഇന്ന് പൊങ്കാലയിടുന്ന സമയമാണ്. മനുഷ്യൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പ്രശസ്തരാകാൻ വേണ്ടി ഇങ്ങനെ പലതും ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നന്മ ചെയ്തില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ളവർക്ക് ഉപദ്രവം ചെയ്യാൻ ഐക്യത്തിൽ ജീവിക്കുന്നവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ജീവിച്ചാൽ നമ്മുടെ അപകടങ്ങളെ മുന്നിൽ ഈ കൊലകൊമ്പനൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവൻ പോലും കണ്ണ് നിറഞ്ഞ് നമ്മെ സഹായിക്കും. ആ ഒരു
വെളിച്ചമുണ്ടാവട്ടെ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ മരിയ ജോർജിയാനിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ദൈവം ആശംസിക്കുന്നു. ദൈവമേ